ഇവിടെ എന്റെ സുഹൃത്തുക്കളിൽ പലർക്കും പൊതുവെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി എന്തുകൊണ്ട് ഞാൻ ഇത്ര ഗംഭീരമാക്കിയെന്ന്. അതിന് പിന്നിലൊരു സസ്പെൻസ് ഉണ്ട്. ഇവൾക്ക്, എന്റെ മോൾ നാൻസിക്ക് ഞാനൊരു പ്രോമിസ് കൊടുത്തിരുന്നു. ഈ ഒരു ദിവസം അവൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചോദിച്ചാലും ഞാനത് സാധിച്ചു കൊടുക്കാമെന്ന്. അവൾ ചോദിച്ചു, ഞാനതിപ്പോ നടത്തി കൊടുക്കുകയാണ്. വിളിക്കുമോളെ. ഇത് മിഥുൻ ഏലിയാസ്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടും ബിസിനസ് പാർട്ണറുമായ ഏലിയാസിന്റെ ഒരേ ഒരു മകൻ. ഇവരുടെ വിവാഹം ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കാൻ പോവാ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്, നിന്റെ പുറകെ നടന്നത്, നിന്നോട് ഇഷ്ടം നടിച്ചത്. നീ എന്താ വിചാരിച്ച് പെണ്ണെന്ന് പറഞ്ഞ നിന്റെയൊക്കെ ഇഷ്ടത്തിനും വികാരത്തിനും അനുസരിച്ച് തുള്ളിപ്പിക്കാനുള്ള വെറും പാവയാണെന്നോ? എനിക്ക് അന്നേ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാനാ തോന്നിയത്. പക്ഷെ ഞാനത് ചെയ്തില്ല. നീ ചീപ്പായി കണ്ടൊരു പെണ്ണിന്റെ വില അത് നീ മനസ്സിലാക്കണം. നീ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ നീ ഇതുപോലെ ചീറ്റ് ചെയ്യാൻ പാടില്ല. നീ പ്രണയം നടിച്ച് വില പറഞ്ഞ് ചതിച്ചത് എന്നെ മാത്രമല്ല, എന്റെ പപ്പ, മമ്മി, നിനക്കൊക്കെ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ എന്റെ ഫ്രണ്ട്സ് എല്ലാവരെയും നീ ചതിച്ചു. നാൻസി വേണ്ട, വിട്ടേക്ക്, നീങ്ങ വാ. നോ മിഥുൻ, നിന്നോടും പപ്പയോടും ഞാനെല്ലാം പറഞ്ഞതല്ലേ. നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ ഇതൊക്കെ? എനിക്കറിയാം, ഈ നിമിഷം മുതൽ നീ വേദനിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. നെഞ്ചിനുള്ളിൽ നീ ഇന്ന് വരെ അറിയാത്തൊരു നീറ്റൽ, ഒരൊറ്റപ്പെടൽ, ഇനിയും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നൊരു തോന്നൽ. ഇപ്പൊ ഈ നിമിഷം നിനക്കങ്ങനെ തോന്നില്ലേ? തോന്നും, എനിക്കുറപ്പുണ്ട്. നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടം, സ്നേഹം, അതൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാതെ ഇവർ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കത് തോന്നും. ഞാനിത് അനുഭവിച്ചതാ, നീ അതറിയണം, അറിഞ്ഞേ പറ്റൂ. പോവാൻ പറ പപ്പ, അവരോട് പോവാൻ പറ. എനിക്ക് അവര് കാണണ്ട. ഇനിയെല്ലാം പപ്പ നോക്കിക്കോളാം. ഇവനെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞങ്ങളെ രണ്ടെണ്ണത്തിന് ഉപ്പ് തേച്ച് ഉണക്കാനിട്ടിട്ട് ഇവളായിട്ട് സൂഹിക്കാൻ തരുന്നേടാ. സമ്മതിക്കലടാ, ഞങ്ങളെ കൊക്കിന് ജീവനെടുത്തോടെ കാലം സമ്മതിക്കലടാ. നീ എന്താണ് കരുതിയേ? നീയും നിന്റെ തന്തയും കൂടി ഇവനെ അങ്ങ് പുണ്യാളനാക്കി കൂടെ പൊറപ്പിക്കാന്ന് കരുതി അല്ലേ? നിങ്ങൾ രണ്ടും കൂടെ സുഖിക്കണം, ഞങ്ങൾക്കൊന്ന് കാണണം. ചോദിച്ചിട്ടും കാര്യമില്ലെന്നറിയാം, എന്നാലും ഒരു മനസ്സമാധാനത്തിന് എവിടെടാ കാശ്? കൊണ്ടുപോയി തിരിച്ചു കൊടുത്തല്ലടാ. നിന്റെ അമ്മായിപ്പനെ വായിക്കാനിടാ. അല്ലടാ പാട്ടി, എന്തിനാ തിരിച്ചു കൊടുത്ത്? പറയാൻ എവിടെ ഓടണം? കണ്ടോ
വേണ്ട. ജീവൻ പോകുന്നു അവർക്ക് രക്ഷപ്പെട്ടാ മതി. നിന്നെ വേണ്ട, നിന്റെ സ്നേഹവും വേണ്ട. എന്തിനാണ് അതും ഇത് പറഞ്ഞ് സമയം കളയുന്നത്? ഈ മരണവിനെ എരന്ന് വാങ്ങിയതാ ചതി. നമുക്കിടയിൽ അതുങ്ങളെ ശിക്ഷ മരണവ. അതല്ലടാ നമ്മുടെ നിയമം. സത്യം പറഞ്ഞ എനിക്ക് നിന്നെ കൊല്ലുന്ന സങ്കടമുണ്ട്. ഞാനെപ്പോഴും പറയാറില്ലേ, ഞാനും നീയും ദൈവനെ കൂടിച്ചേരുമ്പോഴാണ് ഒരു പവറിനെ പറ്റി, ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ. ബുദ്ധിയും ശക്തിയും സൗന്ദര്യം കൂടിച്ചേരുമ്പോഴാണ് ഒരു പവർ. അത് ഭയങ്കര. എങ്കിലും ചില സന്ദർഭങ്ങളിൽ സൗന്ദര്യം ഒരു ശാവോടാ. അത് നിനക്ക് മാത്രമല്ല ദൈവങ്ങൾക്കും. ഗുഡ് ബൈ. എന്നോട് ക്ഷമിക്കടാ, എന്നോട് ക്ഷമിക്കേ. സോറിടാ, സോറി. എനിക്ക് തെറ്റുപറ്റി പോയി. ഞാനിവളെ വിശ്വസിച്ചു പോയി. പക്ഷെ ഇവൾ എന്നെ ചതിക്കായിരുന്നു. പ്ലീസ് പ്ലീസ്. നിന്നെ അഭിനയിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളാ, പ്രേമം അഭിനയിക്കാൻ. ഇനി നീ ഇവിടെ കിടന്ന് സെന്റിമെന്റ്സ് അഭിനയിച്ച് സിമ്പതി ഉണ്ടാക്കാൻ നോക്കല്ലേ. ഇല്ലടാ, സത്യമാടാ ഞാൻ പറഞ്ഞത്. ഇവൾക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല. ആ മനസ്സ് നിറയെ എന്നോടുള്ള പകയാ. ഞാനിവളെ ചതിച്ചെന്റെ പക. അത് കണക്കൂട്ടി തീർക്കാനാ ഇവൾ ഇവിടെ എന്നെ കൊണ്ടുവന്നത്. പറ്റിപ്പോയടാ, എനിക്കൊരു അബദ്ധം പറ്റി. ഒരു പെണ്ണിന് വേണ്ടി നിങ്ങളെ ഞാൻ മറന്നു, നമ്മുടെ സൗഹൃദം മറന്നു. എന്നോട് ക്ഷമിക്കടാ, പ്ലീസ്. എന്നെ വിശ്വസിക്ക്. ഇവനെ വിശ്വസിക്കരുത്. ഇവനെ നമുക്കിടയിൽ വേണ്ട. കൊല്ലവനെ. ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇവനെ നിനക്ക് ഇഷ്ടമല്ലേ? നിന്നോടാ ചോദിച്ചേ. നീ ഇവനെ ചതിക്കായിരുന്നോ? അതെ, ചതിക്കായിരുന്നു. എനിക്കിവനെ വേണ്ട. അവനോട് ഇപ്പൊ ഇഷ്ടം പോയിട്ട് വെറുപ്പ് പോലും ഇല്ല. എനിക്ക് പോണം. എനിക്കെന്റെ വീട്ടിൽ പോണം. നീ ഇവളും കൂടെ പറയുന്നത് എനിക്കങ്ങോട്ടുള്ള അഡ്ജസ്റ്റ് ആവുന്നില്ല. എങ്കിലും ഇപ്പൊ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിനക്കിതെന്ത് പറ്റി? നീ ഉണ്ടായിരിക്കേ. ഒന്നുമില്ലല്ലോ, ഇത്രയും നാളെ ഒരുമിച്ച് നടന്നവരല്ലേ നമ്മൾ. ഇവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ഇതുവരെ ഉള്ള എല്ലാം നമുക്ക് അഴിച്ചു കളയാം. പോയതെല്ലാം പോട്ടെ, നമ്മൾ ഒന്നിച്ച് ഇന്ന് നമുക്ക് എല്ലാം കീഴടക്കാം. പക്ഷെ നിന്നോടുള്ള ഞങ്ങളുടെ വിശ്വാസം അത് നീ തകർത്തില്ലേ? ആ വിശ്വാസം ഞങ്ങൾക്ക് തിരികെ താ. ഇന്ന് നീ തന്നെ അവളെ കൊന്നിട്ട് ഞങ്ങളോടൊപ്പം വാ. കൊല്ലവളെ. നീ എന്തിനാ പഠിക്കുന്നേ? നീ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ. Come on, come on, come on, man, prove yourself. Come on, come on, man. എന്താ നിനക്ക് പറ്റില്ലെന്നാ? എങ്കിൽ ഞാൻ കൊല്ലാം. അവളെ മാത്രമല്ല, നിന്നെ. നിന്റെ തോക്കിനെടുക്ക. എടുക്കട. ശരി, പിന്നെ വേണ്ടാത്തവളെ നിനക്കുണ്ട്. ഒന്നുകളേടാ അവളെ. Come on, move. Come on. എന്താ കരുതി ഞാൻ വെറും ഉണ്ടാക്കാനാണെന്നോ? വേണ്ട, അതിനിട്ട് നീ ഉണ്ടാക്കണ്ട. ഉണ്ടാക്കാൻ അതിന് ഉണ്ടായി. അതൊക്കെ ദൈവൻ നിന്റെ അമ്മായപ്പന്റെ മുമ്പിൽ വെച്ച് നിന്റെ ശവടത്തിന് ആചാരവിടെയായി പൊട്ടിച്ചു. ആ സ്ഥിതിക്ക് ശവം അടക്കണ്ടേ? അതിനെനിക്ക് നിന്റെ ജീവൻ എടുത്തേ പറ്റൂ. ഓ, ഇപ്പൊ ഇവളാണല്ലോ നിന്റെ ജീവൻ. ഇവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ പരാക്രമം മുഴുവൻ കാണിച്ചത്.
അതുകൊണ്ട് ഇവിടെ ആദ്യം രക്ഷപ്പെടട്ടെ. ഈ ഭൂലോകത്തിന് പേടിക്കണ്ട നാൻസി, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നിന്നെ രക്ഷിക്കാനാ ഞാൻ. എന്നാ വിളിക്ക, നിന്റെ പപ്പയെ വിളിച്ച് പറ നീ ഇവിടെ ഉണ്ടെന്ന്. ഹലോ പപ്പ, ഇത് ഞാനാ രൂപേഷ്. നാൻസി എന്നോടൊപ്പം ഉണ്ട്. പേടിക്കണ്ട പപ്പ, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഇല്ല പപ്പ, ഞാൻ പറഞ്ഞുതരാം. പഴയ ഫിഷിംഗ് ഹാർബറിനടുത്തുള്ള പൊളിഞ്ഞ ഗവൺമെന്റ് കെട്ടിടം, ഞങ്ങൾ അവിടെയുണ്ട്. പപ്പ വന്നാ മതി. പേടിക്കണ്ട നാൻസി, പപ്പ ഉടനെ എത്തും. എന്നിൽ നിന്നോ ഇവരിൽ നിന്നോ നിനക്കിനി ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ ഞാനിവരെ എവിടെ നിന്നൊക്കെയോ വന്ന് ഒന്നിച്ചു കൂടിയവരാ ഞങ്ങൾ. എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. കൂട്ടത്തിൽ ഇവനായിരുന്നു കൂടുതൽ സ്വപ്നങ്ങൾ. എല്ലാം നശിച്ചു, അവസാനിച്ചു. ഇഷ്ടവും സൗഹൃദവും എല്ലാം തെറ്റെന്റേതാ, എന്റേത് മാത്രം. നമ്മൾ തമ്മിലുള്ള അകലം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്നേഹം പോയിട്ട് നിന്റെ ഒരു സാന്നിധ്യം പോലും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. മോളെ, മോള് കരയണ്ട. പപ്പ വന്നില്ലടാ, കരയില്ലേ മോള്. പപ്പ ഉണ്ട് കൂടെ.
ഒരിക്കൽ ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞാനിതാ മടക്കി തരുന്നു. ഒരു പോറല് പോലും ഏൽക്കാതെ നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചു തരുന്നു. ഇനി നമുക്കിടയിൽ പ്രേമത്തിന്റെയോ പണത്തിന്റെയോ കണക്കുകളൊന്നുമില്ല. പോയിക്കോളൂ, മകളെ കൂട്ടി പോയിക്കോളൂ. രൂപേഷ് വേണ്ട, ഒന്നും പറയണ്ട. സഹതാപം നിറഞ്ഞൊരു നോട്ടത്തിന് പോലും ഞാൻ അർഹനല്ല. പോയിക്കോളൂ. വാ മോളെ, വാ. നാൻസി, മാപ്പ്. നിന്നെ പ്രണയിച്ചതിന്, ചതിച്ചതിന്, വേദനിപ്പിച്ചതിന്, എല്ലാത്തിനും മാപ്പ്. ഗുഡ് ബൈ. ഉം.